ചിറകൊടിഞ്ഞു കാറ്റിലാടി നാളമായി നൂലുപോലെ നേർത്തുപോയി ചിരി മറന്നു പോയി. ഓരോ നേരം തോറും നീളം യാമം തോറും നിന്റെ ഓർമ്മയാലിരുന്നിടുന്നു ഞാൻ. ഓരോരോ മാറിക്കാറും നിന്റെ മൗനം പോലെ എനിക്കായി പെയ്യുമെന്നു കാത്തു ഞാൻ. മഴ മാറി വെയിലായി ദിനമേറെ കൊഴിയുന്നു തെന്നി തെന്നി കണ്ണിൽ മായും നിന്നെ കാണാൻ ഇന്നും എന്നും എന്നും കാത്തിരുന്നു കാത്തിരുന്നു. പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി. വേനലിൻ ദലങ്ങൾ പോയി മഴകളൂർന്നു പോയി. ഓളം മൂളം പാട്ടിൽ നീങ്ങും തോണിക്കാരാ നിന്റെ കൂട്ടിനായി കൊതിച്ചിരുന്നു ഞാൻ. ഇന്നോളം കാണാപ്പൂക്കൾ ഈറൻ മുല്ലക്കാവിൽ നമുക്കായി മാത്രമൊന്നു പൂക്കുമോ? തിരി പോലെ കരിയുന്നു തിര പോലെ തിരയുന്നു. ചിമ്മി ചിമ്മി നോക്കും നേരം മുന്നിൽ പിന്നിൽ എന്നും 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 കാത്തിരുന്നു കാത്തിരുന്നു. പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി. വേനലിൻ ദലങ്ങൾ പോയി വളകളൂർന്നു പോയി. ആഹാ ശബാഷ്. ബ്യൂട്ടിഫുൾ. അർച്ചന, എന്തോ കാഞ്ചനമാലേ പറയൂ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ലായിരുന്നു അല്ലേ? ചോദിക്കാം നമുക്ക്. MG സാർ നന്നായിട്ട് പാടി കേട്ടു. താങ്ക് യു നല്ല രസം, നല്ല ശബ്ദം. താങ്ക് യു പിന്നെ സർ. എം ജയചന്ദ്രൻ കുറേ പാട്ടുകൾ ശ്രേയ ഘോഷലിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. അതെല്ലാം ഹിറ്റ് സോങ്സ് ആണ് പാടിച്ചിരിക്കുന്നത്. പിന്നെ ശ്രേയയുടേതായിട്ടൊരു സ്റ്റൈലുണ്ട്. ഞാൻ 1-2 പാട്ടുകൾ തമിഴിലും ഹിന്ദിയിലും പാടിയിട്ടുണ്ട്. ബുൽബുലയ്യ ഒക്കെ ശ്രേയയുടെ കൂടെ. അവരുടെ സ്റ്റൈൽ ഈസ് ഡിഫറെന്റ്. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റൈലാണ്. പലർക്കും അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും ശ്രേയ ആകത്തുമില്ല. എന്നാൽ നമുക്ക് നമ്മുടെ രീതിയിലായി കഴിഞ്ഞാൽ അതിനകത്തൊരു അപാകത തോന്നുകയും ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. അതായത് അനുപല്ലവി തുടങ്ങുന്ന സ്ഥലത്ത് നിന്റെ ഓർമ്മ, ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതൊന്ന് പാടിക്കേ. ഓരോ നേരം തോറും നീളം യാമം തോറും നിന്റെ ഓർമ്മയാലിരുന്നിടുന്നു ഞാൻ. ആ എൻഡ് കറക്റ്റ്. ആ ശ്വാസം പോകുന്നതാണ് അല്ലേ, അത്രയും ബ്രത്ത്. പിന്നെ എന്നും 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 ആ പോർഷൻ അവിടെ എന്നും 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 കാത്തിരുന്നു. എന്നും കാത്ത് അവിടെ ആ പോർഷൻസ് ഒക്കെ ഡൈനാമിക്സ് വേണം. പിന്നെ വരുന്നത് നിന്റെ കൂട്ടിനായി കൊതിച്ചിരുന്നു ഞാൻ. നിന്റെ കൂട്ടിനായി കൊതിച്ചിരുന്നു ഞാൻ. ആ സെയിം പോർഷൻ ആണ് അല്ലേ, ആ സെയിം പോർഷൻ. പിന്നെ മാത്രം ഒന്ന് പൂക്കുമോ തിരയുന്നു,
അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് പോയതെങ്കിലും പാടിയതിനൊരു മൂഡുണ്ടായിരുന്നു. മോൾ അസലായിട്ട് പാടി. താങ്ക് യു സർ. ഷാനിക്ക നന്നായിട്ട് പാടി അർച്ചന. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നല്ല മൂഡ് ഉണ്ടായിരുന്നു. അർച്ചന, എനിക്ക് ആ പല്ലവി ഒന്ന് പാടിത്തരുമോ? കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഓക്കെ, ഇനി ഇത്രയും പോർഷൻ വെച്ചിട്ടൊന്ന് പാടും. അടിപൊളി. അർച്ചന, ഇതിന്റെ വ്യത്യാസം എന്താണെന്നറിയാം? നേരത്തെ വരികൾ വെച്ച് പാടുമ്പോഴും കുറേയൊക്കെ ഈ ഉമ്മാണ് ഫീൽ ചെയ്യണേ. അതുകൊണ്ടാണ് ഈ മൈക്ക് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അർച്ചനയുടെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ അത് മാറുന്നുണ്ട്, ഡെഫിനറ്റ്ലി മാറുന്നുണ്ട്. പക്ഷേ ഈ ബേസ് അല്ലെങ്കിൽ ഒരു ലോ മിഡ് ആ ഒരു റേഞ്ചിൽ പാടുമ്പോൾ ഈ ആണ് ഫ്രണ്ടിൽ നിൽക്കണേ. അതുകൊണ്ട് മൈക്ക് പ്ലേസ്മെന്റ് അർച്ചന ശരിക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുറേ ഭാഗങ്ങളിലൊക്കെ സ്പെഷ്യലി അനുപല്ലവിയിലൊക്കെ ശ്രേയ പാടിയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അർച്ചന ഒരു ഉഗ്രൻ സിംഗറാണ്, ഒരു രക്ഷയില്ല നമ്മളെ. താങ്ക് യു സർ. ബാക്കിയൊക്കെ അസലായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കലക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ ഉഗ്രം പാട്ട് അർച്ചന, മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു പാട്ട് കുട്ടുണ്ട്. വണ്ടർഫുൾ കോമ്പസിഷൻ, നന്നായിട്ട് പാടി. അപ്പം എനിക്ക് ചില ഡൗട്ടുകളുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമോ? സർ. പറ്റുമെന്ന്. ആ പുഴ മെലിഞ്ഞു, അതൊന്ന് കടപൊഴിഞ്ഞ് അതൊന്ന് പാടാമോ? കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും. ഇല്ല, അത് ഒരു അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സാധനമുണ്ട്. ആ അങ്ങനെ ഒരു ബെൻഡല്ല അവിടെ, അകത്ത് ഇതേ ഒരു ഐറ്റം അവിടെ ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. പിന്നെ ഈ വേനലിൽ അത് ഈ വേനൽ എങ്ങനെയാ പാടുന്നത്? അത് വേനലല്ലല്ലോ, വേനലല്ലേ? അത് മതി. അതിന് അങ്ങനെ വേന്നാക്കിക്കൊണ്ട് വിഷമം വരുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. നല്ല പാട്ടുകാരിയാ. അപ്പൊ ആ വേനലിലൊന്ന് വേനലായിട്ട് പാടാമോ? കാലവും കടന്നു പോയി നൈസ് നൈസ്, വെരി ഗുഡ്. മതി, വെരി ഗുഡ് വെരി ഗുഡ്. നമുക്കായി മാത്രം ഒന്ന് പൂക്കയോ ആണോ? അതും ഒരു ക്ലാരിറ്റി പറഞ്ഞു, ഒന്ന് പാടാമോ? നമുക്കായി മാത്രമൊന്നു പൂക്കുമോ? ഇറ്റ്സ് ഓക്കെ. പൂക്കുമോ? അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഇപ്പോഴും കുറച്ചേ ഉള്ളൂ. അതൊന്ന് ശരിയായിക്കൊള്ളണം കേട്ടോ. ഇതൊക്കെ ഈ പാട്ടിന് എന്താ പറയുക, അതിനൊരു കുറേയും കൂടെ നമ്മൾ പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നുമില്ലടാ. ബാക്കിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പാട്ട് പഠിച്ചിട്ട് പാടുമ്പോൾ ആ പാടിയ ആളിനെ മനസ്സിൽ വെച്ചേക്കണം. നമ്മളത് അങ്ങനെ ഡിറ്റോട്ട് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ കേട്ടോ. അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ അക്ഷരം പറയുന്നതാണെങ്കിലും. ഞാൻ വേറൊരു കാര്യം പറയാം. കാക്ക അറിയാമോ? ഡു യു നോ കാക്ക? യെസ് സർ. ക്രോ. യാ ഓക്കെ, CROW. ഓക്കെ. അല്ല, ചിലപ്പം ബ്രോ ആന്ന് വിചാരിക്കും. ഏയ് വണ്ടർഫുൾ. ഒന്നുകൂടെ കാണിച്ചേ. അത് മറ്റേ കൊത്തി തിന്നുന്നതിന് മുമ്പുള്ള കരച്ചില്. ആക്രാന്തം ഉണ്ട് അതിൽ. വെരി ഗുഡ് മഞ്ചേരി. ആക്രാന്തം ഫീൽ ഉണ്ട്. അപ്പോ ഈ കാക്കയ്ക്ക് ഒരു ഇത് നടക്കുന്ന ഒരു സുഖമല്ലെന്ന് തോന്നിയിട്ട് അന്നമില്ല, അന്നമല്ലേ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത്. അരയന്നം എന്തോന്നടേ ഇത്, സമ്മതിക്കത്തില്ലല്ലോ. അപ്പോ അന്നത്തിന്റെ അടുത്ത് പോയി, എനിക്ക് ഈ ഒരു എങ്ങനെ നിങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്ക് വേണം. അന്നനട വേണം ഞങ്ങൾക്ക്. അല്ല ഇത് ഞങ്ങളുടെ ഇപ്പൊ പന്നനടയാ എന്ന് പറഞ്ഞിട്ട് അന്നത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോ അവരുടെ അടുത്ത് കാക്കയുടെ അടുത്ത് പറഞ്ഞ കാക്കയെ അതിന്റെ ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദൈവം തന്ന ഒരു സ്റ്റൈലുണ്ട്, അത് തന്നെ മതി. പറഞ്ഞ പോരാ. അതെന്തോ അത്ര കുശുമ്പ്, ഞങ്ങൾ കറുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ശരി എന്നാ പറഞ്ഞ അണ്ണൻ ട്യൂഷൻ തുടങ്ങി. ഉം. ഇത് നടന്നിട്ട് പറ്റുന്നുമില്ല കാക്കയ്ക്ക്. അതുകൊണ്ട് ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, കാക്കയ്ക്ക് നേരെ നടന്നു പോകാൻ പറ്റത്തില്ല. 2 സ്റ്റെപ്പ് നടന്ന് 1 ചാടും, പിന്നെ ഒരു കാലം അപ്പുറത്ത് വെച്ച് അങ്ങനെ നടക്കാൻ പറ്റും. അന്നത്തിന്റെ നട വന്നതുമില്ല, കാക്ക നേരെ പോയാൽ നടന്നുകൊണ്ടിരുന്നത്, അത് പോവുകയും ചെയ്തു. അതുകൊണ്ട് എപ്പോഴും ബി യുവർ സെൽഫ്. ഇതാണ് ഈ കഥ മനസ്സിലാക്കി നിങ്ങൾക്ക് മോറൽ ഓഫ് ദ സ്റ്റോറി. മോറൽ. മോറൽ ഓഫ് വെരി ഗുഡ് സർ. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ ചേച്ചി. എന്തായാലും അണ്ണാ എനിക്ക് ആ കാക്ക കഥ ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ കാക്കയെ ഓർമ്മിപ്പിച്ചതിൽ വളരെ താങ്ക് യു സർ. അപ്പോ നമുക്ക് ഈ പ്രാവിലേക്ക് തിരിച്ചു വരാം. അർച്ചനക്കുട്ടി മനോഹരമായി പാടി. ഒന്നാമത് ഈ ഒരു കോമ്പസിഷന്റെ ഒരു മാജിക് എന്ന് പറഞ്ഞാല് ഇത് ആര് പാടിയാലും ആ പാട്ടിനകത്തൊരു വല്ലാത്തൊരു സോൾ ഉണ്ട്, ഒരു എനർജി ഉണ്ട്, എന്തോ ഒരു മാജിക് ഉണ്ട്. നമ്മൾ അങ്ങ് കേട്ടിരുന്നു പോകും. ഇപ്പൊ ഓർക്കസ്ട്ര വായിക്കുമ്പോഴും ആ കോഡ്സ് വരുമ്പോഴും ഒക്കെ നിങ്ങൾ സൂപ്പറായിരുന്നു കേട്ടോ. ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു. അത് വായിക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പം നമ്മളും അറിയാതെ പാടിപ്പോവും. അത്തരത്തിലുള്ള ഒരു മാജിക്കൽ ക്രിയേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ക്രിയേറ്റേഴ്സിനൊരു വലിയൊരു കയ്യടി ഒരു അവസരത്തിൽ. മോളെ സൂപ്പർ സെലക്ഷൻ. പിന്നെ ഈ പറഞ്ഞ MG സാർ പറഞ്ഞ അതേ കാര്യങ്ങൾ, ആ ഡൈനാമിക്സ്, അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. അതുപോലെ എനിക്ക് ചില ഭാഗങ്ങൾ ഈ പോകുമോ നീങ്ങും ഈ അടഞ്ഞ പ്ലേസസ് വരുമ്പോഴും മോളുടെ ശബ്ദം പുറത്ത് വരുന്നില്ല. അപ്പം നമ്മളിവിടെ ഞങ്ങൾക്കൊക്കെ ഇന്നിയർ ഉള്ളത് കൊണ്ട് ഞങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അർച്ചനയുടെ ശബ്ദം ലൗഡായിട്ട് കേൾക്കാൻ ശ്രമിക്കും. പക്ഷെ അത് പോരാ. ആ ത്രോ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ സോങ് എങ്ങനെയാണോ പോകുന്നത് അത് ആ ഡൈനാമിക്സ് അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതാണ് എനിക്ക് കൂടുതൽ ഇതിൽ തോന്നിയത്. അല്ലാതെ ബ്യൂട്ടിഫുൾ സിംഗിങ്, ബ്യൂട്ടിഫുൾ, നല്ല ഇൻവോൾവ് ചെയ്ത് പാടി. ഗോഡ് ബ്ലെസ് യു. സുന്ദരിയായിട്ടുണ്ട് കാണാനും. താങ്ക് യു. ജഡ്ജസ്, ഈ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ്. അതിലെ കാഞ്ചനമാലനെ മൊയ്തീനെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരുടെ പ്രണയം ഇഷ്ടമായിരുന്നു. അവരൊന്നിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു നമ്മൾ. പക്ഷെ അവർ ആഗ്രഹിക്കുന്നു നമ്മൾ. അതെ. അപ്പൊ ആ സിനിമയിൽ ഒരുപാട് ഡയലോഗ്സ്, ഒരുപാട് സീൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തായാലും ഈ പാട്ട് സെലക്ട് ചെയ്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് അതിലൊരു ഡയലോഗ് നമുക്ക് അർച്ചനയെ കൊണ്ട് പറയിപ്പിക്കാം. മൊയ്തീനോടാണോ അതോ അപ്പുവേട്ടനോടാണോ നിനക്ക് പറയാനുള്ളത്? അതായിരുന്നു ഏറ്റവും ഫേമസ് ഡയലോഗ്. ടോവിച്ചേട്ടനായിട്ടുള്ള ആ ഒരു ഡയലോഗ് സീനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ അപ്പുവേട്ടൻ, പാറുവേട്ടൻ, അനുപേട്ടൻ, അർച്ചന സെലക്ട്. പാറു, നീ ഇത് പറയുമ്പോഴേ അനൂപ് കുരിഞ്ഞരുത്, എന്നെ വിളിക്കണേ ദൈവമേ. നീ പോടാ അനുപേ, നീ പോ, നിന്റെ അടുത്ത ഫോണും കൂടെ പോട്ടെ. അല്ല, അനൂപേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജഗദീഷ് ഏട്ടനാണ്. നീ വാടേ. അനുപേട്ടൻ അവിടെ ഇരുന്നോളാം. അനുപ് ബാക്ക്ഗ്രൗണ്ട് അഭിനയിച്ച് എഫക്റ്റും കൂടെ കൊടുക്കും. അതെ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്രയും കാലം വിവാഹം കഴിക്കാതെ ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. മറ്റൊരു പുരുഷനെ ഓർത്ത് 10-20 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. എന്നെ വിവാഹം കഴിക്കാൻ മാത്രം അത്രയ്ക്കിഷ്ടമാണോ അപ്പുവേട്ടനെന്നെ? ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ആളല്ല ഞാൻ. എന്തായാലും നിന്നെ മൊയ്തീന് കെട്ടിച്ചു കൊടുക്കില്ലെന്ന് ഉറപ്പാണ്. നിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിൻ്റെ ജീവിതം ഇങ്ങനെ തകരുന്നത് കാണാൻ അതിനുള്ള മനസാക്ഷി എനിക്കില്ല കാഞ്ചന. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം അപ്പുവേട്ടാ. പക്ഷേ അപ്പുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എൻ്റെ ശവത്തിലായിരിക്കും അപ്പൂട്ടൻ താലിയിട്ട്. അനൂപേ, അസാധ്യടാ. ഞാൻ നിന്റെ നീ പറയുന്ന കേട്ട് ഞാൻ കരഞ്ഞു. അപ്പുവേട്ടാ സൂപ്പർ, അടിപൊളിയാ. രണ്ടുപേരും നന്നായി. അതെ, കാഞ്ചനമാലയും. ചോദിക്കാം നമുക്ക് മാർക്സ്. MG സർ 8.9. ഷാനിക്ക താങ്ക് യു. ചേച്ചി അർച്ചനക്കുട്ടി ഈ പെർഫോമൻസിന് 8.9. താങ്ക് യു ചേച്ചി. ശരത് സർ ഈ മാർക്ക് ആർക്കാണെന്ന് അറിയാം? അർച്ചനയ്ക്ക്. അപ്പുവണ്ണന്. നമ്മുടെ അപ്പുവണ്ണൻ. അനുപ് എന്നുള്ള പേര് മാറ്റിയിരിക്കുന്നു. അപ്പുവണ്ണൻ. അപ്പുക്കുട്ടൻ അല്ല, അപ്പുവണ്ണൻ. അപ്പുവണ്ണേ എന്താടാ അപ്പു? Okay, so total 26.8.
ഓക്കെ കാഞ്ചനമാല ബൈ.